ഹായ് ഫ്രണ്ട്സ്, യാഷിക ടാരോ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാർച്ച് മാസം നിങ്ങളിലേക്ക് എന്താണ് വരുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ക്യൂൻ ഓഫ് വൺസ്, 2 ഓഫ് കപ്സ്, ദ ഹാങ്ഡ് മാൻ, 7 ഓഫ് വൺസ്, പിന്നെ ഡെത്താണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ് ഓരോ സ്പ്രെഡുകളെന്ന് നമുക്ക് നോക്കിയാലോ. ക്യൂൻ ഓഫ് വൺസ് എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങളെ തന്നെയാണ് കാണിക്കുന്നത്, അതായത് കോൺഫിഡൻറ്റ്, അട്രാക്റ്റീവ്, ബോൾഡ് എനർജി. മാർച്ചിൽ നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് വളരെയധികം കൂടും. മറ്റുള്ളവർ നിങ്ങളെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലവ്, റെസ്പെക്റ്റ് എല്ലാം വേണമെന്നൊരു നിലപാടിലേക്ക് നിങ്ങളുടെ ശക്തമായിട്ട് നിങ്ങൾ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് ക്യൂൻ ഓഫ് വൺസ് കാണിക്കുന്നത്. 2 ഓഫ് കപ്സ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇമോഷണൽ കണക്ഷനാണ് വന്നിരിക്കുന്നത്. അതായത് റീക്യാൻസലേഷൻ ചാൻസ്, ഒരു പുതിയൊരു പ്രപ്പോസൽ, ന്യൂ പ്രപ്പോസൽ, കമ്മിറ്റ്മെൻറ്റ് ടോക്ക്. ഇപ്പോൾ നിങ്ങൾ റിലേഷനാണെങ്കിൽ അതിനൊരു കമ്മിറ്റ്മെൻറ്റ് ടോക്ക് ഉണ്ടാവാം. ഒരു മ്യൂച്വൽ ഫീലിങ്സ് ക്ലിയർ ആകുന്നൊരു സമയം കൂടിയാണ് മാർച്ച് മാസം എന്നാണ് പറയുന്നത്. ലവ് ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് കോൺവെർസേഷൻ ഉറപ്പാണ് ഈ മാസം എന്ന് ഈ 2 ഓഫ് കപ്സ് പറയുന്നു. പിന്നെ നിങ്ങൾക്കിത് ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കുറച്ച് ഡിലേ അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് എനർജി ഉണ്ടാകും. നിങ്ങൾ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യും. ഞാനെല്ലാം സഹിക്കണോ എന്നൊരു ചിന്ത അല്ലെങ്കിൽ ഒരു മനോഭാവം നിങ്ങൾക്ക് വരും. ഇതൊരു പേഷ്യൻ്റ് ടെസ്റ്റ് ചെയ്യുന്നൊരു മാസം കൂടിയാണ് നിങ്ങൾക്ക് ഈ മാർച്ച് മാസം എന്ന് പറയുന്നത്. പിന്നെ വന്നേക്കുന്നത് 7 ഓഫ് വൺസ് ആണ്. 7 ഓഫ് വൺസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. അതായത് ഒരു ബൗണ്ടറീസ് ഉണ്ട്, അതൊക്കെ സ്ട്രോങ് ആക്കും. ആരെങ്കിലും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഈ മാസം അതിലൊരു സ്റ്റാൻഡ് എടുക്കുമെന്നാണ്, അതായത് തടയും, ഡിഫെൻഡ് ചെയ്യുമെന്നാണ് 7 ഓഫ് വൺസ് പറയുന്നത്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഡെത്താണ്. ഡെത്ത് എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ഫർമേഷൻ കാർഡാണ്. ഇതൊരു വലിയ ട്രാൻസ്ഫർമേഷൻ കാർഡാണ് ഈ ഡെത്ത് കാർഡ് എന്ന് പറയുന്നത്. അതായത് പഴയ സൈക്കിൾ എൻഡ് ആകും. ടോക്സിക് പാറ്റേൺ ആണെങ്കിൽ അത് അവസാനിക്കും. ഓൾഡ് വേർഷനിലുള്ള രീതിയൊക്കെ നിങ്ങൾ മാറ്റും. എന്നിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് ട്രാൻസ്ഫോം ചെയ്യുമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പഴയ റിലേഷൻ നിങ്ങൾ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യും. അതായത് ഓവറോൾ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരു ലവ് റിലേറ്റഡ് ഒരു മേജർ ചേഞ്ച് വരും. റിലേഷൻഷിപ്പ് ഒന്നെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകും, അല്ലെങ്കിൽ നിങ്ങൾ ബോൾഡായിട്ട് ഇനി മതി, ഇവിടെ നിർത്താം എന്നൊരു തീരുമാനം എടുക്കും. പക്ഷേ എന്ത് വന്നിരുന്നാലും എന്ത് സംഭവിച്ചാലും നിങ്ങൾ വളരുകയുള്ളൂ. നിങ്ങൾക്ക് അതിനകത്ത് നിന്നൊരു വളർച്ചയാണ് ഈ മാസം നിങ്ങളിൽ കാണാൻ കഴിയുന്നത് നമുക്ക്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റീഡിങ്. എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്